യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. കണ്ടതും കാണേണ്ടതുമായ പ്രകൃതി വിസ്മയങ്ങൾ നമ്മളെ മാടി വിളിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തുടങ്ങിയ യാത്രയുടെ അടുത്ത തീരത്തേക്കാണ് ഇന്നത്തെ യാത്ര. ഇടുക്കി വാഗമണ്ണിലെ ഉളുപ്പുണി വന്യജീവി സങ്കേതത്തിലെ കപ്പക്കാനം ഇക്കോ ടൂറിസം മേഖലയിലെ 2 വ്യൂ പോയിന്റുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ വിശദമാക്കിയ കോട്ടമല വ്യൂ പോയിന്റിൽ നിന്നും യാത്ര തുടരുകയാണ്. മികച്ച ഓഫ് റോഡ് യാത്രയും ആസ്വദിച്ച് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും താണ്ടി ഞങ്ങൾ കപ്പക്കാനം ഇക്കോ ടൂറിസം മേഖലയിലേക്ക് പ്രവേശിച്ചു. ഇവിടുത്തെ ജീപ്പ് യാത്രകളെല്ലാം ഒരു വശത്തേക്ക് മാത്രമാണ്. ഇടുങ്ങിയ വഴികളായതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കാതെ വരും. ആയതിനാൽ ഇതിൻ്റെ നടത്തിപ്പുകാർ തന്നെ ക്രമീകരിച്ചിട്ടുള്ള ഒരു രീതിയാണിത്. കേരള വനം വന്യജീവി വകുപ്പും കപ്പക്കാനം വനം സംരക്ഷണ സമിതിയും ചേർന്ന് തയ്യാറാക്കിയ ഇക്കോ ടൂറിസം പ്രോജക്റ്റാണ് കപ്പക്കാനം ഇക്കോ ടൂറിസം. ഇടുക്കി ജില്ലയിൽ കോട്ടയം ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ നഗരംപാറ റേഞ്ചിലാണ് ഈ പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വ്യൂ പോയിന്റുകളിലേക്കുള്ള ഓഫ് റോഡ് യാത്രയും എടുത്തു പറയേണ്ട ഒന്നാണ്. ചുറ്റിലുമുള്ള കാഴ്ചകളിൽ ഉളുപ്പുണി വന്യജീവി സങ്കേതത്തിലെ കാടിൻ്റെ കാഴ്ചയും മനോഹരമാണ്. വളരെ മികച്ച ഓഫ് റോഡ് യാത്ര അനുഭവിച്ച് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോയി. ആ യാത്ര ചെന്നെത്തിയത് കപ്പക്കാനത്തെ ആദ്യ വ്യൂ പോയിന്റിലാണ്. ഇവിടെ നിന്നും ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം കാണാനാകും എന്നതാണ് ഒരു പ്രധാന ആകർഷണം. മറ്റൊന്ന് ഇവിടുത്തെ പുൽച്ചെടികളാണ്. ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന ഈ പുൽമേടുകൾ വളരെ രസകരമാണ്. ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇവിടെ നിന്നും അടുത്ത വ്യൂ പോയിന്റിലേക്ക്. ജീപ്പ് യാത്ര ആസ്വദിച്ച് ഞങ്ങൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലെത്തി. ദൂരക്കാഴ്ചയുടെ വിസ്മയം ആദ്യത്തെ വ്യൂ പോയിന്റിന് സമാനമാണെങ്കിലും ഇവിടെ നിന്നും ഇടുക്കി അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശം കുറെ കൂടി വ്യക്തമായി കാണാനാകും. 2 വ്യൂ പോയിന്റുകളും നമുക്ക് നൽകുന്നത് തുല്യമായ അനുഭവങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ വ്യത്യസ്തത അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്തിൻ്റെ ദൂരക്കാഴ്ചയും ഒപ്പം ഇവിടേക്കുള്ള യാത്രകളുമാണ്. കപ്പക്കാനം ഇക്കോ ടൂറിസം മേഖലയിലെ ഈ 2 വ്യൂ പോയിന്റുകളിൽ നിന്നുമുള്ള കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളോടൊപ്പം പങ്കുവച്ച് ഞങ്ങൾ ഇവിടെയുള്ള അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ആ യാത്രയുടെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.